അള്ളാന്റെ റസൂല് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ആശീർവാദം പറഞ്ഞു ദുആ ചെയ്തിട്ടുണ്ട് ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി. അതാരാ? ഏതാണ് ആ പുതിയാപ്പിളാന്നറിയോ? റഹിമല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, റജുലൻ, ഒരു പുതിയാപ്പിളയെ, ഒരു മനുഷ്യനെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. എന്താ അയാളുടെ പ്രശ്നം? എന്താണ് അയാളുടെ പ്രത്യേകത? അയാൾ ഖാമ മിനൽ ലൈൽ, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി അയാൾ സുബഹിക്ക് മുമ്പേ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അങ്ങനെ അയാൾ ഫസല്ല, അയാൾ വുദുണ്ടാക്കി നിസ്കരിക്കുന്നുണ്ട്. അതോടൊപ്പം തൻ്റെ കൂടെ വേദി പങ്കിട്ട്, തൻ്റെ കിടപ്പറ പങ്കിട്ട തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഉറങ്ങുന്നു. എനിക്ക് മാത്രം സ്വർഗത്തിൽ പോയാൽ പോരല്ലോ, എൻ്റെ കിടപ്പറ പങ്കിടുന്ന പെണ്ണും എൻ്റെ കൂടെ സ്വർഗത്തിൽ വേണ്ടേ? അതുകൊണ്ട് ആ ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭാര്യയെ കുലുക്കി വിളിച്ചുണർത്തിക്കൊണ്ട് പറയുന്നു, എഴുന്നേൽക്കൂ, ഇതാ ബാങ്ക് വിളിക്കാൻ ഇനി സമയം കുറച്ചേയുള്ളൂ, തഹജ്ജുദ് നിസ്കരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ വിളിച്ചുണർത്തുന്ന ഒരു ഭർത്താവ്, അല്ലാഹു ആ മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ. മുത്ത മുസ്തഫായുടെ ദുആ, അഡ്വാൻസ്ഡായി മഹാനായ നബി തങ്ങൾ ദുആ ചെയ്തു പോയി. തീർന്നില്ല, അതേ നബി തങ്ങൾ വീണ്ടും പറയാണ്, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു ഭാര്യയെ, ഒരു പെണ്ണിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആ പെണ്ണെന്താ ചെയ്യുന്നത്? ഖാമത്തു മിനൽ ലൈൽ, അവൾ രാത്രിയിൽ എഴുന്നേറ്റ് ഫസല്ലത്ത്, അവൾ നിസ്കരിക്കുന്നു. ഭർത്താവ് എഴുന്നേറ്റിട്ടില്ല, ക്ഷീണിതനായി ഉറങ്ങുകയാണ്. ആ സമയത്ത് ആ പാവം ഉറങ്ങിക്കോട്ടെ എന്നല്ല, അവിടെ പ്രത്യേകം ആ ഭാര്യ ചിന്തിക്കുന്നത് എന്താ? ഞാൻ പോകുമ്പോൾ എൻ്റെ ഇക്ക എൻ്റെ കൂടെ സ്വർഗത്തിൽ വേണം. നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എൻ്റെ ഭാര്യക്കും കിട്ടിയെങ്കിൽ, എൻ്റെ മകൾക്ക് കിട്ടിയെങ്കിൽ, എൻ്റെ മകന് കിട്ടിയെങ്കിൽ, എൻ്റെ ഭർത്താവിന് കിട്ടിയെങ്കിൽ എന്ന്. ദുന്യാവിൽ നല്ല ഒരു കാഴ്ച കാണുമ്പോൾ, ഒരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, ദുന്യാവിൽ പോലും നമ്മൾ മോഹിക്കുന്നവരല്ലേ ഉപ്പമാരെ, ഉമ്മമാരെ, ഭാര്യ ഭർത്താക്കളെ. എങ്കിൽ ഇവിടെ ഈ പെണ്ണ് ചെയ്യുന്നതെന്താ? ഞാൻ സ്വർഗത്തിൽ പോകുമ്പോൾ എൻ്റെ ഇക്ക എൻ്റെ കൂടെ സ്വർഗത്തിൽ വേണം. അതുകൊണ്ട് കിടന്നുറങ്ങുന്ന ഭർത്താവിനെ കുലുക്കി വിളിച്ചു ഉണർത്തുന്നു, എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയുന്നു. അങ്ങനത്തെ ഒരു ഭാര്യയും ഭർത്താവും അങ്ങനെ ഉണ്ടോ നമ്മുടെ വീട്ടിൽ? ഞാൻ എന്നോട് ചോദിക്കുക, ഓരോരുത്തരും ചോദിക്കുക, മുകളിലിരിക്കുന്ന സഹോദരിമാർ ചോദിക്കുക, എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ ആ ഒരു സുഖം അനുഭവിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു സ്വർഗം എൻ്റെ മണിയറയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? എല്ലാവരും കിടന്നുറങ്ങാണ്, ഞാൻ എഴുന്നേറ്റു, ഉളുവെടുത്ത് നിസ്കരിച്ചു, എൻ്റെ ഭാര്യയെ ഞാൻ വിളിച്ചു, കുലുക്കി ഉണർത്തി, ഇതാ ബാങ്ക് കൊടുക്കട്ടെ, നിസ്കരിച്ചോ. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാണ്, ഭാര്യ നിസ്കരിച്ചു, നേരത്തെ എഴുന്നേറ്റു, അവളെല്ലാം വൃത്തിയായി, അവൾ നമ്മളെ വിളിച്ചു, നിസ്കരിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇതിലപ്പുറം ഇനി ഒരു സ്വർഗം എന്താ വേണ്ടത്? ഇതിലപ്പുറം ഒരു സംതൃപ്തി എന്താ വേണ്ടത്? അങ്ങനെ നേരത്തെ എഴുന്നേറ്റ ആ മനുഷ്യന്റെ മനസ്സിനുണ്ടാകുന്ന നശാത്ത്, അവൻ അന്നത്തെ ദിവസം എത്രമാത്രം ആക്റ്റീവാണ്, അവൻ്റെ മനസ്സിനെന്തൊരു സന്തോഷമാണ്. കാരണം അധിക ചെലവിന് നിർബന്ധിക്കാത്ത പെണ്ണാണത്. വരവനുസരിച്ച് ചെലവഴിക്കാൻ മാത്രമല്ലാതെ നമ്മുടെ വരവിനപ്പുറം ഒന്നും നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് സ്നേഹത്തോടെ തൻ്റെ ഭർത്താവിനോട് അറിഞ്ഞ് യാത്രയേക്കുന്ന ഒരു പെണ്ണാണത്. കാരണം അവൾ അവളുടെ റബ്ബിനോട് എപ്പോഴും പറയുന്നുണ്ട്, റബ്ബേ നീ എന്ത് തരുന്നുവോ അതിൽ ഞാൻ തൃപ്തിയുള്ളവളാണ്, നീ എന്തെനിക്ക് വിധിച്ചുവോ അതെനിക്ക് ഹൈറാണ് എന്ന തീരുമാനത്തോടെ ജീവിക്കുന്ന പെണ്ണാണത്, ആണാണത്. അത് കിട്ടണോ? അതിന് വലിയ പണക്കാരായി കാര്യമില്ല, വലിയ വലിയ സൗകര്യങ്ങളുള്ള വീട്ടിൽ മണിയറയിൽ കിടന്നിട്ട് കാര്യമില്ല. ശീതീകരിച്ച റൂമുകളാണ്, AC ഇട്ട റൂമുകളാണ്, നല്ല നല്ല പരവതാനികൾ വിരിച്ചിട്ടുള്ള ബെഡ്റൂമിലാണ് കിടക്കുന്നത്. പക്ഷേ ആ മനുഷ്യന്റെ മനസ്സ് എപ്പോഴും വിയർക്കുകയാണ്, മനസ്സുരുകുകയാണ്. കാരണം എന്തേ? തനിക്ക് കിട്ടിയിട്ടുള്ള ഭാര്യ അത്തരക്കാരിയായി പോയി, തനിക്ക് കിട്ടിയിട്ടുള്ള ഭർത്താവ് അത്തരക്കാരനായി പോയി.